നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ VP സന്തോഷാണ്. ഞാനൊരു 12 മണി സമയത്താണ് ഇവിടെ വരുന്നത് ഉച്ചയ്ക്ക്. ഇപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ 5 മണി കഴിഞ്ഞു വൈകിട്ട്. അപ്പോൾ ഞാൻ മുമ്പ് വന്നതിനേക്കാട്ടിലും കുറച്ച് വെള്ളം ഈ റോഡിലേക്ക് കയറിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ മുമ്പ് വന്നപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പ്ലേസില്ലേ ആ കാണുന്നത്, അവിടെയാണ് ഞാൻ നിന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വെള്ളം ഇപ്പം കയറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ നിന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഈ റോഡിൽ കൂടി ഇപ്പം ഒട്ടും തന്നെ 2 വീലറുകളോ 4 വീലറുകളോ ഒന്നും പോകാത്ത അവസ്ഥയിലുണ്ട്. പിന്നെ നടന്ന് വേണമെങ്കിൽ ചിലർ കയറി പോകുന്നുണ്ട്. അപ്പം ഈ 5 മണി 5:15 സമയത്ത് ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ റിസ്ക് എടുത്ത് ആരും പോകാൻ തയ്യാറാകുന്നില്ല. അപ്പം നമുക്കിനിയും നേരെ മറ്റേ മെയിൻ റോഡിലേക്ക് പോകാം, താഴൂക്കടവ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചന്ദനപ്പള്ളി താഴൂക്കടവ് പത്തനംതിട്ട റോഡ് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന കോട്ടയം ഞക്കുനിലം വകയാറ് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ എന്തായാലും 12 മണിക്ക് ശേഷം വെള്ളം കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ആ റോഡിൽ നിന്നും വന്നിപ്പം മെയിൻ റോഡിൽ വന്നു. നിങ്ങൾ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് ചന്ദനപ്പള്ളി താഴൂക്കടവ് പത്തനംതിട്ടയ്ക്കും കോന്നിക്കും പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ആ റോഡിലൊന്നും വെള്ളം കയറിയിട്ടില്ല. ഈ വെള്ളം കണ്ടല്ലേ, ഇവിടെ ഒരു നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ ഒരു ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇത്രത്തോളം മുങ്ങിയിട്ടുണ്ട്. ആ ഗോൾ പോസ്റ്റിൻ്റെ മൂലവശം വരെ കാണാം. പക്ഷേ റോഡിലോട്ടൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സമയം ഒരു 5:30 വരെ എടുക്കുന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഈ റോഡിൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഈ റോഡൊക്കെ വെള്ളമൊന്നും കയറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് താഴൂർക്കടവ് ജംഗ്ഷനിൽ വന്നു. ഇവിടെ ഇത് കാണുന്ന ഇവിടെ ഇതുവഴി പോകുന്നിടത്താണ് അച്ചൻകോവിലാറിൻ്റെ ഒരു കടവ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വെള്ളം കയറ്റമാണോ? വെള്ളം കയറ്റമാണോ? വിദഗ്ധരുടെ അഭിപ്രായങ്ങളെന്നറിയാം. ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രാത്രി വളരെ നിർണായകമായിരിക്കും. നീ എന്താ പറയുന്നു? ഓക്കെ, ശരി, നിങ്ങളൊക്കെ അല്ലേ വിദഗ്ധർ ഇതിൻ്റെ. ഈ താഴൂർക്കടവിന് നമ്മൾ കോന്നിക്ക് പോകുന്ന റോഡാണിത്. അപ്പം വെള്ളം ആദ്യം കയറുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. റോഡിലോട്ട് വെള്ളം, മെയിൻ റോഡ്. എൻ്റെ ഇവിടെ ഒരു ലാബുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് വെള്ളമായിട്ടുണ്ട്. റോഡിലേക്ക് കയറിയിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ ഒരു 5:30 സമയത്തെ വെള്ളം. അപ്പോൾ ഈ രാത്രി മഴ പെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും വെള്ളം ഇറങ്ങിപ്പോവും. ഇവിടെ നിന്ന് ഈ സമയം വരെ പ്രശ്നങ്ങളില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനിയും താഴൂക്കടവ് പാലത്തിൽ നിന്ന് അച്ചൻകോവിലാറിൻ്റെ ഒരു വിഷ്വലൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടൂര് ചന്ദനപ്പള്ളി പത്തനംതിട്ട റോഡിലുള്ള താഴൂർക്കടവ് പാലം. ഈ പാലത്തിൽ നിന്നുള്ള അച്ചൻകോവിലാറിൻ്റെ ഇന്നത്തെ ദിവസം ഒരു 5:30 മണിയോടുകൂടിയുള്ള വെള്ളത്തിൻ്റെ നിലയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ കര കവിഞ്ഞിട്ടില്ല എങ്കിലും ഇരുകരയൊത്ത വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. അച്ചൻകോവിലാർ, ഇത് പാലത്തിൽ നിന്നുള്ള ആ കാണുന്നത് താഴൂർ ദേവി ക്ഷേത്രം, താഴൂർക്കടവ്. ഈ സമയം വരെ കര കവിഞ്ഞിട്ടൊന്നുമില്ല, എന്തായാലും ആ ഒരു നിലയിലാണ്. പിന്നെ ഈ രാത്രി മഴ കിഴക്കൻ മേഖലകളിലും ഒക്കെ മഴ പെയ്യാതിരുന്നാൽ ഒരുപക്ഷെ വെള്ളം രാവിലത്തേക്ക് താഴെ. എന്തായാലും ഈ രാത്രി വളരെ നിർണായകമായിരിക്കും. മഴയുടെ അനുസരിച്ച് വെള്ളം ഇതിലും ഉയരാനേ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല, കാണാൻ പറ്റും.
ഓക്കെ.